ഇപ്പോൾ ഈ കോൺഗ്രസ് സതീശന് പുതിയൊരു ഒരു ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് ഈ എം പിമാരൊന്നും മത്സരിക്കേണ്ട എന്ന രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് പറയുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വെല്ലുവിളിയാകുന്നവരെ ഒഴിവാക്കുക എന്നുള്ളൊരു നയത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇപ്പോൾ സുധീരനും മുല്ലപ്പള്ളിയൊക്കെ മത്സരിക്കട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ സീനിയേഴ്സ് എല്ലാം മത്സരിച്ച് അവർ MLA ആയി നിൽക്കുന്നു. അപ്പോൾ തനിക്ക് മുഖ്യമന്ത്രി ആവുന്നതിൽ തടസ്സമില്ല എന്നുള്ളൊരു സ്ട്രാറ്റജി അല്ലേ അതിന് പിന്നിൽ? അല്ല, തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് ഏതാണ്ട് അധികാരം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ച നിലയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം എന്തായാലും പറയുക അതിങ്ങനെ ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേ പറയാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കത്ത് ചോർച്ചയടക്കമുള്ള വിവാദങ്ങളൊക്കെ വന്ന് ഭരണകക്ഷം പ്രതിരോധത്തിലാകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിക്കടി ഇത് ഉറപ്പിക്കുകയാണ്, വിജയം ഉറപ്പിക്കുകയാണ്. പക്ഷേ സതീശനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ പുറത്തുള്ളവരെ എതിർക്കുന്നതിനേക്കാൾ, ഇടതുപക്ഷത്തെ എതിർക്കുന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിനകത്ത് ആളുകളെ അടക്കി നിർത്തുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്. എന്തായിത്തീരും എന്നുള്ളതിനെ പറ്റി അത് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമല്ലോ. സീറ്റ് കൊടുക്കുന്നത് മുതൽ അത് പ്രശ്നമായി വരുമെന്നുള്ളതാണ്. അപ്പോഴാണ് ഇതിനിടയിൽ ഈ പല MPമാർക്കും മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഡൽഹിയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഭരണമില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നാൽ ഭരണം കിട്ടിയേക്കുമെന്നുള്ളൊരു പ്രതീതിയുണ്ട്. അതുകൊണ്ട് മന്ത്രി ആകാം എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് പിന്നെ വിജയസാധ്യത ഒരു ഘടകമായിട്ട് എടുത്ത് കാണിക്കാൻ കഴിയും ചിലർക്കൊക്കെ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും വിജയമാണല്ലോ പ്രശ്നം എന്നൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ പറ്റുന്ന വിധത്തിലൊക്കെ ഈ കാര്യത്തെ ചവിട്ടി നിർത്താനാണ് സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മുരളീധരൻ പ്രസ്താവിച്ചിട്ടുണ്ട്, MPമാരെ മത്സരിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിട്ടുന്നിടത്തൊന്നും ഒക്കെ ആളുകളെ എടുത്ത് ആ ഒരു സംവിധാനം കഴിയുന്നിടത്തോളം MPമാരെ, കാരണം അവർക്കിപ്പോൾ MP പോസ്റ്റ് ഉള്ളവരാണല്ലോ, അവരെ അവിടെ തന്നെ തളച്ചിടാൻ ഉള്ള ഒരു നീക്കത്തിലാണ് അദ്ദേഹം. അതേ അവസരത്തിൽ തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുകയും വേണം. തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നു പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ പിന്നെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ഒരു നിരയുണ്ടല്ലോ, മുഖ്യമന്ത്രി സ്ഥാനം മൂഹികളായിട്ടുണ്ടല്ലോ. സതീശൻ ഒരു വലിയ പ്രതിരോധ്യമായ ഒരു നേതൃസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞുവെന്ന് തോന്നലുണ്ടാക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് കോൺഗ്രസ് അല്ലേ, ഇതിനകത്ത് ഏത് വിധത്തിൽ എതിലെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സതീശൻ്റെ തന്നെ ഒരു തന്ത്രമാണ് MPമാരല്ലാത്ത സീനിയർ നേതാക്കന്മാരെ മത്സരിപ്പിക്കുക. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ VM സുധീരൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാം, അതല്ലെങ്കിൽ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രന് മത്സരിക്കാം. ഇവരൊക്കെ മത്സരത്തിൽ താല്പര്യമുള്ളവരുമാണ്. വേണമെങ്കിൽ BJP മത്സരിക്കാം. ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കന്മാർ, ഇവരൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ. ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അനുയോജ്യരുമാണ്. അപ്പോൾ ഇത്രയും സീനിയർ നേതാക്കന്മാരിൽ ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും മറ്റു രണ്ടു പേർക്കും. അപ്പോൾ ഇവരെ എല്ലാവരെയും ഉപദേശകരെ പോലെ വല്ലതും നിയമസഭയിൽ ഇരുത്തുകയും അവരെ ആരെയും മന്ത്രിമാരാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവരാരും കേവലമായ ഒരു മന്ത്രിസ്ഥാനത്തിൽ ഒതുങ്ങുന്നവരല്ലല്ലോ. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ കേന്ദ്ര തലത്തിൽ അവർക്ക് ഉന്നത പദവികൾ വഹിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ അത് ഈ എല്ലാവരും കൂടി ജയിച്ച് വരുമ്പോൾ അത് സാധിക്കത്തില്ലെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. അത് പിന്നെ അങ്ങനെ ആലോചന ആ വഴിക്ക് തന്നെ പോകത്തില്ല. രണ്ടാമത് ഈ ഉന്നത നേതാക്കന്മാർ മത്സരിക്കുന്നതിലൂടെ കൂടുതൽ വരുന്നൊരു സ്വീകാര്യതയുണ്ട്. അതായത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അതായത് ഇത്ര സീനിയർ നേതാക്കന്മാരൊക്കെ മത്സരിക്കുന്നത് ജയിക്കുന്ന അല്ലെങ്കിൽ ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു തോന്നൽ, അത് ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു മുഖ്യ തന്ത്രമാണ് ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയെ ഒതുക്കാനും കഴിയും. കാരണം ഇത്രയും സീനിയറായ നേതാക്കന്മാർക്ക് കിട്ടാത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല കൂടുതൽ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹം ഇവരൊക്കെ പരസ്പരം പാരവെച്ച് ഇല്ലാതാക്കിയില്ലെന്നുണ്ടെങ്കിൽ ജയിക്കാനാണ് സാധ്യത. ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ജയിക്കാനാണ് സാധ്യത. അപ്പോൾ അതാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന കാര്യം. അദ്ദേഹം ചില കാര്യങ്ങളിലൂടെ അദ്ദേഹം ഒരു മേൽക്കൈ നേടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു നിലപാടുള്ള ആളാണ് സതീശൻ എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. പലരും പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകുമെന്നായിരുന്നു അല്ലേ. ഈ PV അൻവറുമായുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള ഒരു തോന്നലാണ് ജനത്തിന് പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് തയ്യാറായി. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരുമായിട്ടും അദ്ദേഹം ഒരു നമ്മൾ കടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം തയ്യാറാണ് എന്ന ഒരു അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇടവ് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അവിടെ മത്സരിക്കഴിഞ്ഞാൽ തയ്യാറാണ്. പരാജയപ്പെട്ടാലോ 100 സീറ്റ് കിട്ടിയില്ലെങ്കിലും രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയാൻ തക്ക ഒരു ആർജവം അദ്ദേഹം കാണിക്കുന്നു എന്ന് പറയുന്നത് ഈ മൈലേജ് വർദ്ധിപ്പിക്കുന്നത് ചെറുതായിട്ടൊന്നുമല്ല അതിനെപ്പറ്റി കാണുന്നത്. അതോടൊപ്പം ഈ യുവജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും അദ്ദേഹം അതിന് കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ, പിന്നെ PC വിശ്വനാഥ് അടക്കമുള്ളവരുടെ ഒരു
വിഭാഗമുണ്ട്. ഉം. അവർ ഒരു മധ്യ യുവ വിഭാഗം, നേതാക്കൾ, പഴകുളം മധു, ആ. പിന്നെ PC വിഷ്ണുനാഥ്, ഇവരൊക്കെയും ഉം. എന്താ പറയുക, സതീശന് പിന്തുണ നിൽക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ PC നിൽക്കുന്നത്. അതിന് PC വിശ്വനാഥും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അനിൽകുമാർ, അങ്ങനെ കുറേ ഒരു യുവ നേതാക്കളുണ്ടല്ലോ. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും അടക്കമുള്ളവരും അങ്ങനെ ഒരു എതിർപ്പ് ആയി രംഗത്ത് വരത്തില്ല. ഇവരൊക്കെ തമ്മിലുള്ള റിഫ്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു എതിർപ്പ് രംഗത്ത് വരത്തില്ല. അപ്പോൾ വളരെ തന്ത്രപരമായ, അതോടൊപ്പം തന്നെ ചെന്നിത്തലയ്ക്ക് വേണ്ടി നിൽക്കുന്ന NSSഉം സതീശനായതുകൊണ്ട് വലിയൊരു പ്രശ്നത്തിന് വരാൻ സാധ്യത. സതീശൻ NSS ജനറൽ സെക്രട്ടറി സതീശനുമായിട്ട് അത്ര സുഖത്തിലല്ല. അല്ല, എന്നാൽ പോലും ഒരു നായർ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ് NSS നേതൃത്വം എങ്കിൽ പോലും പ്രധാനമായിട്ടും സതീശൻ ലക്ഷ്യം വെക്കുന്നത് രമേശ് ചെന്നിത്തലയെ ഒതുക്കുക എന്നുള്ളൊരു കാര്യത്തിലാണല്ലോ. ചെന്നിത്തല സംഘടനാ സംവിധാനത്തിനകത്ത് ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ് വസ്തുത. കാരണം അദ്ദേഹത്തിന് അറിയാം. എങ്കിൽ പോലും ഒരർത്ഥത്തിലും അദ്ദേഹം ഒരു ഭീഷണിയാവാതിരിക്കുക തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അതിനുവേണ്ടിയുള്ള വളരെ തന്ത്രപരമായ ഒരു. അതോടൊപ്പം തന്നെ BJP ഒരു ഹിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സതീശനെയും അതോടൊപ്പം തന്നെ VD സതീശൻ, ഒപ്പം മുരളീധരൻ, ചെന്നിത്തല, ഇവരെ 3 പേരെ തോൽപ്പിക്കാനായിട്ടുള്ള, എവിടെ നിന്നാലും അവരെ 3 പേരെ തോൽപ്പിക്കും എന്നുള്ളൊരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉണ്ട് അങ്ങനെ തയ്യാറാണ്. പക്ഷേ നമ്മളിപ്പം അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശനൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന, മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ബാക്ക് ഡോറിലൂടെ RSS വോട്ടുകൾ ലഭിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പം ഇത്തവണ രമേശ് ചെന്നിത്തല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് പരസ്പരം പരാജയപ്പെടുത്താൻ സ്വീകരിക്കുന്ന ടാക്ടിക്സ് ഒക്കെ ആയിരിക്കാം നമുക്കറിയത്തില്ലേ. ഇവരാണ് ഇടതുപക്ഷത്തേക്കാൾ വലിയ ഭീഷണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേരെ എതിർക്കുന്നവരെക്കാൾ വലിയ ഭീഷണി ഇവർക്കൊക്കെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും സതീശൻ വളരെ തന്ത്രപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ MP മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അടൂർ പ്രകാശും അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിന്നബിലിറ്റിയാണ്. ഈ എന്തു വന്നാലും അധികാരം കിട്ടിയേ മതിയാവൂ എന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ചാണല്ലോ ഇങ്ങനെ വരുന്നത്. അതായത് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോന്നി മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമെന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ഉറപ്പാണ്. അത് തന്നെയല്ല ഒരു പൊളിറ്റിക്കൽ ഈ വോട്ട് ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഈ വോട്ടിൻ്റെ പരിപാടികൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് വോട്ടിംഗ് സിസ്റ്റം അടക്കമുള്ളതിലെ കള്ളത്തരങ്ങൾ, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ഈ നിരീക്ഷിക്കുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് തന്നെയല്ല ഈ SNDP യോഗത്തിൻ്റെ ഒക്കെ ശക്തമായ പിന്തുണ ഉണ്ട്. ഈഴവ നേതാവ്, ഈഴവരെ പൊതുവെ ഇപ്പോൾ ഒരു MLA ഉള്ളൂ ആകപ്പാടെ കോൺഗ്രസിൽ ഈഴവരായിട്ടുള്ളത്. അപ്പോൾ ഈഴവർക്ക് ഒരു പ്രാമുഖ്യം ലഭിക്കണമെന്ന ഒരു അഭിപ്രായം ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെയാണ് മറ്റ് MP മാരെ സംബന്ധിച്ച്. കൊടിക്കുന്നിൽ സുരേഷ് ഇതുപോലെ വലിയൊരു ഭൈമിക കാമുകനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തങ്ങളെ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു അവസരങ്ങൾ ലഭിക്കുന്നില്ല. പലപ്പോഴും അദ്ദേഹം ഇത്രയും ദീർഘകാലം MP ആയിട്ടിരുന്ന ആളുകളില്ല എന്നുള്ളത് വേറൊരു വശമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ MP മാരുടെ ഒരു സംഘം ശ്രമിക്കുമ്പോഴും MP മാരല്ലാത്ത സീനിയർ നേതാക്കന്മാരെ ഇവിടെ എത്തിച്ച് MP മാരെ ഒതുക്കാൻ കഴിയും, അവർക്ക് സീറ്റിനുള്ള ഇത് ഒതുക്കാൻ കഴിയും. ഇവർ വരുന്നതിലൂടെ തൻ്റെ എതിരാളികളെ എല്ലാവരും പരിഗണിക്കപ്പെടേണ്ടവരാണെന്നുള്ളത് കൊണ്ട് ആരെയും പരിഗണിക്കാതിരുന്നുകൊണ്ട് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു തന്ത്രത്തിലൂടെയാണ് VD സതീശൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.